എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? കരിമീൻ വറക്കാൻ പോവാണ് ഞാൻ കുഞ്ഞിക്കിളിയും കൂടെ. ഇന്ന് ഞാൻ വെറുതെ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാനൊരു കരിമീൻ മേടിച്ചു. അല്ലേ കുഞ്ഞിക്കിളി? നമുക്ക് കരിമീൻ മേടിച്ച് വറത്താലോ? പൊളിക്കാം. അപ്പോൾ കരിമീൻ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? എന്ത് കരിമീൻ എവിടെ? അപ്പോൾ കുഞ്ഞിക്കിളി ഞാനൊരു കാര്യം ചെയ്യും. നമ്മൾ കുഞ്ഞിക്കൂടെ തന്നെ അപ്പം നമ്മളിന്ന് ഇവിടെ വെച്ചുകൊണ്ട് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? അപ്പോൾ കരിമീൻ അവർ കാണിച്ചു കൊടുത്തു. കുഞ്ഞിക്കിളി കാണിച്ചു കൊടുത്തു. ഇതാണ് ഗെയ്സ് കരിമീൻ. എത്ര അച്ഛൻ നോക്കണം മോന്തോട്ടുണ്ടായി ചേച്ചിയാ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുള്ളിക്കാരി ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണ്. അപ്പം മോനുണ്ടാക്കണം. അച്ഛൻ അത് കഴുകട്ടെ. ഇന്ന് എൻ്റെ അടുക്കളയിലെ കാര്യം ഒരു തീരുമാനമാവും. അപ്പം ഞാൻ കുഞ്ഞിക്കിളിക്കുന്നുണ്ട്. ഇത് കഴുകുകയാണ്. കഴുകി വൃത്തിയാക്കുകയാണ്. ഓക്കെ, ഞാനിത് കഴുകുന്നതായിരിക്കും. ഇതാണ് നല്ല ഇത്രയേ ഉള്ളൂ. ചെറിയ കരിമീനാണ് കേട്ടോ. കുഞ്ഞിക്കിളിക്കും എനിക്കും വീണാമയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മീനാണ്. അതായത് നമുക്കിങ്ങനെ ഒന്ന് കഴുകട്ടെ. മീൻ കഴുകുന്ന സമയത്ത് ഒരു പാട്ട് പാടാം. അല്ല, മീൻ കഴുകുന്ന സമയത്തേ കുഞ്ഞിക്കൊരു പാട്ട് പാടി കൊടുക്കാം അവർക്ക്. എന്തെങ്കിലും പറയുന്നത്. അപ്പോൾ ഗെയ്സ് നമ്മൾ അതേ കരിമീൻ ഇതുണ്ട്. 5 കിണ്ണം കാച്ചി കരിമീൻ ഉണ്ടായിരുന്നു. ഈ കരിമീൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീണാമ ഞാൻ വളരെ ക്ഷീണിച്ചപ്പോഴത്തേക്കും എന്താ നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഒരു ഭ്രാന്ത് കയറിയിട്ട് ഞാൻ മേടിച്ചതാണ് ഗെയ്സ്. ഇനി നമ്മളിത് ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഞാനത് വേറെ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിച്ചേക്കാണ് അവളറിയാതെ. ഓക്കെ, പഞ്ചസാര തിന്നോ? ഓക്കെ ഓക്കെ വേണ്ടൊക്കെ ഞാൻ തിന്നില്ല. ആണത് ഹായ് ഗൈസ്. അപ്പം ഇനി നമുക്ക് മീൻ വറക്കാം. ഓക്കെ, ഇത് നമുക്ക് വരഞ്ഞു കൊടുക്കാം. കുഞ്ഞിക്കിളി എന്തെടുക്കുക? കുഞ്ഞിക്കിളി അതിനിടയ്ക്ക് വരാം. അപ്പൻ ഇവിടെ മീനകത്ത് വരാം. വരയ്ക്കുന്നു. അപ്പൻ ഇതിൽ വരയ്ക്കുന്നു. എന്താണ് അപ്പ വെള്ളം പോകുന്നില്ലല്ലോ അതിനകത്ത്. കുഞ്ഞിക്കിളി എന്നെ എടുക്കുക? ആണോ? പൂ വരയ്ക്കണോ? ഒരു നാടൻ പാട്ട് പഠിക്കടാ. അച്ഛൻ പറഞ്ഞേ എന്നാലും പഠിക്കേ. എന്നാലും എൻ്റെ ആ സുണ്ടു. കരിമീൻ വരാൻ കാരണം എന്തറിയാമോ? ആറ്റുമീനല്ലേ ഇത്. കടലിൽ ഭയങ്കര ആണോ? കായലും ആറും രണ്ടാണോ? ആണോ? അപ്പൊ കായൽ മീന്. അപ്പം പൊട്ടത്തര വല്ല പറയത്തുള്ളെന്നറിയാം. പിന്നെ നമ്മൾ ഈ അറിവുള്ളവർ മിണ്ടാതിരിക്കുന്ന ഒരു പഴമൊഴി ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞു ഗൈസ്. എല്ലാം അടുക്കി പിറക്കി ഒതുക്കി എല്ലാം വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോയി. ഞാൻ ഈ അപ്പനും മോളും സമ്മതിക്കത്തില്ലായിരുന്നു. മതി അത്രയും വെളുത്തില്ലേ? മതി. ചേട്ടായിക്കങ്ങ് കട്ടപ്പാട്. ചേട്ടായി പാവാ. എങ്ങനെ കുഞ്ഞി? ഗൈസ് ഇതെന്താണ് മീൻ? ഇതാണ് കുളിക്കാൻ എൻ്റെ അടുത്ത് കിടക്കരുത്. കുഞ്ഞിക്കിളിക്ക് ചുമയാണ് ഗൈസ്. ഇതെന്താ കുഞ്ഞിക്കിളി? മീൻ കരിമീൻ വരച്ചതുണ്ട്. നല്ല നശിപ്പിച്ചു ഗൈസ്. വരം പൂച്ചാണ്ടി റെയിൽ വണ്ടിയിലേ വാരണാസ പൂച്ച താണ്ടി റെയിൽ വണ്ടിയിലേ അതെടുത്ത് കുഞ്ഞിക്കിളിനെ അവധിയായിട്ട് നമ്മൾ പാചകം പഠിപ്പിക്കണം. മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാ. ഒരു 1/2 സ്പൂൺ മതിയേ. കാരണം കാശ്മീരി അല്ല, മറ്റേതാ. കാരണം ഭയങ്കര എരിവാണെന്ന് പറയുന്നത്.
നമുക്ക് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കണ്ടില്ലേ, മഞ്ഞൾപ്പൊടി ടെർമറിക് ഇച്ചിരി ഏറെ ഇടാം. നമുക്ക് ഇച്ചിരി തന്നെ ഇടാം മഞ്ഞൾപ്പൊടി. ഓക്കെ, ഓക്കെ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. അതിലേക്ക് നമ്മൾക്ക് ഒരു ശകലം ചിക്കൻ പൊടി, ചിക്കൻ പൊടിയല്ല, ചിക്കൻ മസാല ജസ്റ്റ് ഒന്ന് ചേർത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അപ്പോൾ ഗൈസ് ഇതിനകത്തൊരു ശകലം നമുക്ക് ഒരു ശകലത്തിന് നാരങ്ങ നീര് ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. എന്തോ വെളുക്കാരികം, അത് വെളുക്കാരികം പൂച്ചാണ്ടി വാരണാസക്കോട്ട താണ്ടി റെയിൽ വണ്ടിയിലെ ഞങ്ങളെ ഇത് ഉണ്ടാക്കി ഇത് വെച്ചതിന് ശേഷം നമ്മൾ എവിടെ പോകുന്നു? ഹോസ്പിറ്റലിലേക്ക്. ഇതുണ്ടോ, എന്നിട്ട് നമുക്കിതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് பண்ணி കൊടുக்கலாம். எப்படி? താങ്കൾ ഏതൊക്കെയാണ്, തമിഴാണോ ഇംഗ്ലീഷാണോ? தமிழ் பேசுறது எதற்கான தெரியுமா? அதாவது இந்த வீடியோ பார்க்குறத தமிழ் ஆளுகள் உണ്ടെങ്കിൽ അവർക്ക് நல்லபடியா அவருடைய வீட்டிலே சாயங்காலம் சந்திய சமயங்களில் அவருடைய வீட்டிலாக நல்ல மீன் கறிகள் வச்சுக்காக சாப்பிடுறதுக்காக தான் நான் இப்படி தமிழ்ல சொல்றாருங்கிறது. ஓகேயாவா? ஆமா, அப்படி சொல்லுங்க. பரா மாமே சொல்லு மாமே. ஓகேயா மாமே சொல்லு. அப்படி வேணும் தானே? അപ്പം ഒരു തമിഴ് വട വട. அம்மா அந்த பாட்டை பாடிக்குறா. இந்த வாடா வாடா பூசாண்டி அப்படி ஒரு பாட்டு இல்லையா? அந்த பாட்டு அவரு எல்லாரும் கேட்கட்டும், பாடிக்குறா. என்னடா குடுறா வேட்டாவளியா, என்னடா இடே அந்த பாட்டை பாடுறா. வேற பாட்டு வேணுமா? ஏய், உனக்கு தமிழ் பேச தெரியுமாடா? தமிழ் பேச தெரியுமா? இல்லையே. தெரியும் சொல்டா. சின்ன சின்ன செறிவா சொன்ன சின்ன சின்ன எல்லாம் தமிழ் எல்லாம் என் கையில். എനിക്ക് ഇത് நல்லபடியா இப்படியே டேஸ்ட் பண்ணி வைக்கணும். இது ரெண்டுன்னு வட்டாய் गाइस. இல்ல நம்ம செந்தர் இன்ட்ரஸ்ட் இல்லடா, இதெல்லாம் பேசுது அந்த அரப்பு எல்லாம் இதுக்குள்ள போய் நல்லா சாப்பிட வேண்டியதானே. இந்த நீங்க சும்மா இருடா, நான் கேட்கட்டும். இல்லை, உனக்கு தமிழ் தெரியுமா? தமிழ் பேச தெரியுமாங்க? உங்களுக்கு தமிழ் தெரியுமா? நீங்க போடா. என்னடா உன் பேரு பாருடா, உன் பேரு என்னடா? ஓ, உனக்கு பேர் தெரியுமா? சொல்ல தெரியுமாடா? உனக்கு நேசரி போகணுமாடா? ஏண்டா இது தமிழ்ல பேசுறா? ഒരു കാര്യം ഞാൻ പറയട്ടെ, മോടെ കയ്യിൽ അഴുക്കാവും, കണ്ണു നീറും. അതുകൊണ്ട് അയ്യോ എന്റെ ഡൈനിങ് ടേബിൾ, അതുകൊണ്ട് രണ്ടുപേരും കുളിക്കാതെ பாத்தீங்களாடே இந்த மாதிரி எல்லாம் அரப்பு எல்லாம் எடுத்து இதுக்குள்ள எல்லாம் வச்சு கரிமீன் எல்லாம் நல்லா வச்சிருக்கீங்க. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്ക്. இல்லடா, நானே தமிழ்ல பேசுதானே ஆகணும். இங்க இதுக்குள்ள எல்லாம் போட்டு முளகு எல்லாம் இப்படிதானே. அப்படி இதுக்குள்ள எல்லாம் முளகு, மஞ்சப்பொடி, உப்பு, வெங்காயம் ஞானதங்க பறையும் இதெல்லாம் போட்டு இந்த மீனை நம்ம இப்படியே வச்சிருக்காங்க. எஸ், அப்படித்தான். இதுக்கு பறவை கொஞ்ச நேரம் இந்த மீன் அப்படியே இருக்கணும், அப்படித்தானே? கொஞ்ச நேரம் ஒரு அரை நிமிஷம் இந்த மீன் இப்படியே இருக்கணும். என்றென்றால் இதுக்குள்ள இருக்கிற அரப்பு எல்லாம் இந்த மீனுக்குள்ள சொல்லு. அப்பா சொல்ல மாதிரி சொல்லுடா. இந்த மீனுக்குள்ள பிடிக்கணும். அதுக்காக சொல்லு. அதுக்காக இந்த மீனை ஃப்ரிட்ஜுக்குள்ள வைக்க போறேன். ஓகே, தேங்க்யூ சொல்லு. அப்புறம் பார்க்கலாம். அப்புறம் பார்க்கலாம். ஓகே. മുട്ട ഇല്ല, മീൻ വറക്കണ്ടേ നമ്മള്? നമ്മള് മീൻ ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കൂല്ലേ ഫ്രിഡ്ജിനകത്ത്. അടി. அப்போ இந்த மீன் எல்லாம் நல்லா செட்டாக இருக்கிறார்கள். ஓகே, ഇനി നമ്മൾ ഈ സാധനം ഒന്ന് വറക്കണം. അപ്പം അതിനുവേണ്ടി വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നമ്മൾ
വെളിച്ചെണ്ണ അല്ലല്ലോ പോലെ തന്നെ തന്നെയാണ്. വെളിച്ചെണ്ണ പോരെ ഇല്ലേ? ഓക്കെ. പാൻ കൊള്ളാത്തതുകൊണ്ട് കാണിക്കുന്നില്ല ഗൈസ്. പാനിൻ്റെ ഇതെല്ലാം നമ്മളിങ്ങനെ ഞങ്ങളുടെ പാത്രങ്ങളെല്ലാം ഇതായിപ്പോയി. അടുത്ത വീഡിയോയിൽ ഇച്ചിരി പൈസയൊക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ പാത്രമൊക്കെ മേടിക്കുന്ന വീഡിയോ എടുക്കുന്നതായിരിക്കും. അതുവരെ ഞങ്ങൾ ഒരു പാവങ്ങളാണ്. അപ്പോൾ നമ്മൾ മീൻ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം അല്ല കുഞ്ഞുങ്ങളി? ഓക്കെ അല്ലേ ബ്രോ? ചൂടായിരിക്കുകയാണ്. ഞങ്ങൾ ഓരോ മീൻ ഇങ്ങനെ എടുക്കുക. ഈ മീൻ ഇങ്ങനെ എടുത്തിട്ട് കൈ കൊള്ളിയ ഗൈസ്. പതുക്കെ ഇട്. സാധനം പൊള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്ക് ഗൈസ്. നാളെ എടുക്കാം ഗൈസ്. അപ്പം അത് പറയുന്നത് ശരിയാണെങ്കിൽ എല്ലാം കൂടെ കഴിക്കണ്ട ഗൈസ്. എല്ലാം കൂടെ എടുത്ത് അപ്പൊ അത് ഇനി പൊള്ളട്ടെ. ഓക്കെ പറയൂ ഗൈസ്. ഇത് വറക്കട്ടെ എന്നിട്ട് കാണാം. അപ്പൊ അതിന് ഇത്ര നമുക്ക് ഇത് വേറെ റോസ്റ്റ് ചെയ്യാൻ വേറെ എന്തൊക്കെയുണ്ട്? ഇനി നമ്മൾ ഇത് സവോള നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സവോള പിന്നെ ആണെങ്കിൽ തക്കാളിക്ക അല്ലത് തക്കാളിക്ക പക്കപ്പിക്ക ഇത് ഇഞ്ചിപ്പിക്ക എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ശേഷം നമ്മൾ അത് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വാഴയിലേക്ക് അത് നമ്മൾ സാധനം ഉണ്ടാക്കി തിന്നിട്ട് കിടന്നു. വാഴയില പൊള്ളിച്ചത്. അതെ സവാള അപ്പൊ ഇനി സവാള ഇടാം. ഓക്കെ ഈ സാധനം നമുക്ക് കച്ചാക്കുച്ച എന്ന് പറഞ്ഞു. കച്ചാക്കുച്ച അധികം എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടി ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന്. എനിക്കറിയാം, ഞാൻ പാചകത്തിന് കൊണ്ടുവന്നാണ്. നമുക്ക് ഉപ്പ് അതായത് പെട്ടെന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണ് ഞാൻ കുറച്ച് ഇനി റെസ്റ്റ് എടുക്കാം. അത് കുറച്ച് ഇതായിക്കോളും. കുറച്ച് അറിയുന്നത് ഞാൻ പറഞ്ഞത്. ഓക്കെ. കരിമീൻ വറുത്തു. അതിനുള്ള മസാല ഇനി പൊള്ളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതല്ലേ കുഞ്ഞുക്കിളി? പൊള്ളിക്കാൻ പോവാണ്. കുഞ്ഞുക്കിളി തക്കാളി മതി. ഗ്യാസ് തീരാതായി. എൻ്റെ ഗ്യാസ് തീർന്നാൽ വെളിയിൽ അടുപ്പ് കൂട്ടണം. എല്ലാം വെക്കാ വെളിയ. സവാള ടൊമാറ്റോ പറ മുടിക്കാൻ പോവാണ് ഞങ്ങൾ. ഓക്കെ മതി. കെട്ടാൻ വേണ്ടിയിട്ടുള്ള നാട് എടുത്തില്ല ചെയ്. പിന്നല്ല ഒരു മേളിലേക്ക് വെക്കുന്നു. മൊത്തം ഭയങ്കര കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സവാള ഇല്ലാത്തതിനാലും ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മതി. നമ്മുടെ വീട്ടിലായതുകൊണ്ട് യാ നമുക്ക് ഇതിൻ്റെ കഴിക്കണം. ഓക്കെ കെട്ടണ്ട ഇങ്ങോട്ട് വെച്ചു. അതൊക്കെ യുക്തിയാണ് ഗൈസ്. അതൊക്കെ നമുക്ക് യുക്തി വേഷൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടായി പാത്രം എല്ലാം കഴുകി വെക്കേണ്ടതായിരിക്കും. കാരണം എൻ്റെ കുഞ്ഞിക്കിളി എന്താ പറഞ്ഞത്? ഓക്കെ കുറച്ച് ഗ്രേവി വേണം വെക്കാം. പക്ഷേ ഗ്രേവി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സോഫ്റ്റ് ആയിപ്പോൾ. ഇവിടെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ നമുക്ക് തേങ്ങാപ്പാലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ പാലും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. കുഞ്ഞിക്കിളിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അവൾക്ക് ഒരു സന്തോഷം. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ വീട്ടിൽ ഇരിക്കുന്ന ഓരോന്നൊക്കെ കാണിക്കുന്നത് കുഞ്ഞിക്കിളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊനാമ്പിച്ച അതുകൊണ്ട് ഞാൻ ഒരു കുത്തൊക്കെ കാണിക്കുന്നതാണ്. ഓ അല്ലാതെ പുള്ളിക്ക് കഴിക്കാനല്ല. സാമ്പാറോ? അതെ അടുത്ത എപ്പിസോഡ് പാടല്ലേ? മറ്റേ പാട്ട് ഇപ്പോഴല്ലേ, അത് അടുത്ത എപ്പിസോഡ് നമുക്ക് നാളെ പാട്ട് പാടണ്ടേ? ഇങ്ങനെ വെക്ക. ആ അത് ഫുൾ വടിച്ചിട്ട് എൻ്റെ മോനെ സീന് നിന്നെ കളിയൊക്കെ മോനെ കുഞ്ഞെന്നൊക്കെ.
ഓക്കെ പോളി പോളി സീന് രസം എന്ന് അറിയാം ഗൈസ്. വലിയ കാര്യത്തിന് കറിവേപ്പിലൊക്കെ പറിച്ചിട്ടുണ്ട് രാത്രി. അതൊന്നും വായിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ ഫ്ലേവർ വരും? അതപ്പോ ഓക്കെ. ഇനി അണ്ണാച്ചിയോ കരിമീൻ പൊള്ളിച്ചത് സിമ്മിട്ടിട്ട് മൂടി വെക്കണം ഗൈസ്. എടുക്കട്ടെ മോനാ, കാണാം. ഓക്കെ ബൈ. എനിക്ക് വലിയൊരു പണി കിടക്കണം. ഇത്രയും പാത്രം ഞാനാണ് കാണിച്ചു വെച്ചത്. അതുകൊണ്ട് ഈ പാത്രം കഴുകാൻ ഇവിടെ എന്നെ കിടത്തി ഉറക്കൂല. എന്തായാലും നമ്മൾ ശേഷം കാണാമോ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇതെല്ലാം പൊള്ളിച്ചപ്പോൾ ഒരു സമയമായി ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോ മാത്രമേ വെക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം.